അമ്മേ ഞാൻ ദേ ഇറങ്ങാൻ തുടങ്ങുക. ഓ പിന്നെ ഇപ്പം ലീവ് എടുക്കാനൊന്നും പറ്റൂല. അമ്മയ്ക്കറിയാലോ എത്ര കഷ്ടപ്പെട്ടിട്ട് എനിക്ക് ഈ ഓപ്പർച്യൂണിറ്റി കിട്ടിയെന്ന്. ജോയിൻ ചെയ്തിട്ട് 1 മാസം പോലും ആയില്ല. അപ്പോഴാ എനിക്ക് ഇമോഷണലി കണക്റ്റ് ആവുന്ന ആളെ കാണുമ്പോൾ ഞാൻ തന്നെ അമ്മയോട് പറഞ്ഞോളാം. എൻ്റെ ക്യാബ് വന്നു, ഞാൻ വയ്ക്കോ. ഞാൻ വാതിലടയ്ക്കാൻ മറന്നു, ഒന്ന് നോക്കിയേക്കണേ. മാഡം OTP 1010. ദേ നോക്ക് ഞാൻ പറഞ്ഞില്ലേ അവര് സെറ്റാ. നിർത്താറായില്ലേ നിന്റെ ഡിറ്റക്റ്റീവ് പണി? ഓ വേണ്ടെങ്കി വേണ്ട, ആർക്കാ നഷ്ടം? പെണങ്ങല്ലേ, നമുക്കൊരു ചായ കുടിച്ചിട്ട് വരാന്നേ. എന്നാ ഓക്കെ, ഒരു വിത്തൗട്ട് ചായ വിത്ത് പരിദൂഷണം. എനിക്കൊരു വിത്തറേ മധുരം കുട്ടിയെ. എനിക്കൊരു ഫ്രഷ് ലൈൻ. ആ കോഡൊന്ന് ഫുള്ള് തീർക്കണം. ഇന്ന് ഞാൻ പണിയെടുത്ത് മരിക്കും. ആര്? നീയാ? ഞാനല്ല, എൻ്റെ കോപ്പൈലറ്റ്. പണിയെങ്കിലും ഉണ്ടല്ലോ, ബാക്കിയുള്ളവൻ ഇന്നോ നാളെയെന്ന് പറഞ്ഞിരിക്കുക. ഈ പണി പോയാണ്ടല്ല ഞാൻ വെപ്പിച്ചിരിക്കും. എനിക്കൊക്കെ ഭയങ്കര ഡിമാൻഡായിരിക്കും. നിന്റെ പണി പോയാലേ നീ വേണേ എൻ്റെ മാനേജറായിട്ട് ഓടിക്കും. ഓ വേണ്ട, ഞാൻ വല്ല സിനിമയിൽ അഭിനയിച്ച് ജീവിച്ചോളാം. എടാ മണ്ട, അഭിനയിക്കാൻ വരെ പേയാണ്. അതിന് നീ വേണമെങ്കിൽ മേക്കപ്പ് ഇട്ട് റെഡിയായി ഇരുന്നോ. ഇപ്പൊ വരും രാജമൗലി നിന്നെ വെച്ച് 2ാമൂഴം എടുക്കാൻ. ഇവനെയും കൂട്ടിക്കോ. എടാ, അവിടെ ഒരു കുട്ടിയെ കുറച്ച് നേരമായി എൻ്റെ ശ്രദ്ധിക്കിടും. അത് പ്രേമം കൊണ്ടൊന്നുമല്ല, നീ ഇവിടെ കിടന്ന് വ്യതിചലിച്ച കഥയൊക്കെ പറഞ്ഞില്ലേ, അത് കണ്ടു നോക്കുന്ന. ബാക്കിയുള്ള വില കൂടെ കളയാം മോനെ. എടാ അത് നിന്നെയല്ല എന്നെ. എത്ര ക്ലാസ്സിലാന്ന് പറഞ്ഞേ? ഏത് കൊച്ചി? അല്ലേ അതിനിപ്പോ എന്താ, ഒന്ന് നോക്കിയോണ്ട് ഇപ്പൊ എന്താ പ്രശ്നം? ഇല്ല അവനവൻ്റെ മാനേജറിന്റെ കോള് തന്നിട്ടുണ്ട്. അളിയ മാരിടാന്നുള്ള കാര്യം ഇവർക്കറിയില്ലേ? അറിയില്ല അളിയ, അവള് ചിലപ്പോ എക്സ്പീരിയൻസ് ഉള്ള ആളുകളായിരിക്കും നോക്കുന്നത്. ഷുഗർ ഡാഡിയുടെ മസിൽ കണ്ട് വീണതായിരിക്കും. ചെപ്പടാ. ഇതൊക്കെ കലക്കി കുടിച്ചാൽ മാത്രം പോരാ, ഇടയ്ക്കൊക്കെ മേലല്ലെങ്കിൽ പണിയെടുക്കാൻ വേണം. തൻ്റെ പേര് അർണവെന്നല്ലേ, അല്ലാതെ ആർണോൾഡ് എന്നല്ലല്ലോ. ഓ കുടിക്കുന്നുണ്ട്. അവളിവിടെയും ഇവള് ഈ ജിമ്മിലായിരുന്നു. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ അവൾ എന്നെ നോട്ടിട്ടുണ്ടെന്ന്. നിന്നെ സമ്മതിച്ചു ഒന്നുമില്ല. കണ്ടു കണ്ടു കണ്ടില്ല. കണ്ടാലില്ലേലും നമ്മൾ തന്നെ ഒഴിവാക്കി. അല്ലെങ്കിലും പെണ്ണും പെടക്കോഴി ഇല്ലാത്ത നിനക്കിതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. എന്താടാ പൊങ്ങുന്നില്ലേ? എടാ എൻ്റെ ടൗല് കണ്ടോ? അതെ, അതവളുടെ പുറകെ മണപ്പിച്ച് പോണ കളിക്കാർ ടൗല് കാണാ. സാറിൻ്റെ ടവല് വേണമെങ്കിലേ ഞാൻ എൻ്റെ ടവല് തരില്ലേ? ഇവനൊക്കെ എന്തിനാ ചിന്തി വരുന്നത്?
പോരെ പോരെ, വീടൊന്നും മാറിയിട്ടില്ല. ഏ? ആ ഹലോ. ശിവാനി ഞെട്ടിക്കെന്ന് പറയുമ്പോൾ ഇത്ര പ്രതീക്ഷിച്ചില്ല. ഞാനും വിചാരിച്ചില്ല. നീ റൂമിലോട്ട് വാട്ടാ. ഇയാളെ കണ്ടിട്ടുണ്ടോ? നമ്മൾ ചായ ഹട്ടിലും പിന്നെ ജിമ്മിലുണ്ടായിരുന്നു. അതെ. വായനോട്ടല്ലേ? അങ്ങനെയൊന്നുമല്ല, നമ്മൾ ചുമ്മാ. എനിവേസ് ഐ എം ശിവാനി. ഹായ്, പ്ലീസ് ടു മീറ്റ് യു. ശിവൻ എന്ത് ചെയ്യുന്നു? ഞാനിവിടെ ഇവോട്ടെക്കിലാണ് വർക്ക് ചെയ്യുന്നത്. ആക്ച്വലി US-ലായിരുന്നു. ഒരു റിസർച്ചിൻ്റെ ഭാഗമായിട്ട് ഫ്യൂ മന്ത്സ് ഇവിടെ കാണും. ഇവിടെ എവിടെ താമസം? ഇവിടെ നമ്മുടെ ഇച്ചായന്റെ വീട് ഒഴിഞ്ഞെടുപ്പില്ലേ? ആണോ? നാട്ടിലെവിടെയാ? നാട് പത്തനംതിട്ട. അച്ഛൻ റിട്ടയർഡ് കേണൽ, അമ്മ ടീച്ചർ, ഒറ്റ മകൾ, സിംഗിൾ. വേറെ എന്തെങ്കിലും അറിയണോ? പോയി കുളിച്ചേ, ഞാൻ ഫുഡ് എടുത്ത് വയ്ക്കാം. കാണാവേ. ആരതി, ഭക്ഷണം എടുത്തോ. ഹലോ ശിവാനി. ആ ഒന്നുമില്ല, ജസ്റ്റ് ഇറങ്ങിയോന്നറിയാൻ വിളിച്ചതാ. ദേ ഇറങ്ങിയുള്ളൂ. ഓഫീസിലെ ബാധ്യതയൊക്കെ തീർത്ത് ഇറങ്ങാൻ കുറച്ച് ലേറ്റായി. ശിവാനി, നെക്സ്റ്റ് വീക്ക് അല്ലേ റിട്ടേൺ? എന്തായി? ഏൽപ്പിച്ച പണിയൊക്കെ തീർത്തോ? ആ ഓൾമോസ്റ്റ് തീർന്നു. മുമ്പ് ചെയ്തിട്ടുള്ള വർക്ക് തന്നെയാണ്, അതുകൊണ്ട് സീനില്ല. ഓക്കെ ഓക്കെ. ആരതിക്ക് ഇനി 5-6 മാസം അമ്മയുടെ ഫുഡൊക്കെ കഴിച്ച് സുഖിക്കാലോ. കുട്ടി വരണ വരെ. അപ്പം ശരി, സൂക്ഷിച്ചു പോ. എന്തായാലും ഒരു ദിവസം ഞാനങ്ങോട്ട് ഇറങ്ങാം. ശരി, ബൈ. 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 ഇങ്ങനെ കാണുമ്പോൾ മൈ ഹോൾ ഫോക്കസ് ഷിഫ്റ്റ്സ് ടു യു. തനിക്കെന്താ ഫീൽ ചെയ്യുന്നത്? എടോ, ഇതൊരു പുതിയ തുടക്കമല്ലേ? ഇതെനിക്ക് വേണ്ടി മാത്രമാണോ അതോ താനിത് ആഗ്രഹിച്ചിരുന്നോ? ആഗ്രഹമല്ലല്ലോ, ദിസ് ഈസ് ഡെസ്റ്റിനി. ഐ ക്യാൻ ഫീൽ ഇറ്റ്. എടോ, തൻ്റെ ഈ പ്രസൻസ്, തൻ്റെ ഈ സപ്പോർട്ട്, തൻ്റെ ഈ കെയർ, എവറിത്തിങ് മേക്സ് മീ ഗോയിങ് ഫോർവേഡ്. ഡു യു ഫീൽ complete now? Yes. Happy അല്ലേ?
everything makes me going forward. സോ ഡു യു ഫീൽ കംപ്ലീറ്റ് നൗ? Yes. ഡാറ്റ പ്രൊഫൈലിംഗ് സ്റ്റാർട്ട് ചെയ്യട്ടെ? ഓക്കെ.